ശ്രീ വി പി പത്മനാഭൻ, രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, വലിയ മുസ്ലിം അപരവൽക്കരണം, മുസ്ലിങ്ങളെ അദൃശ്യരാക്കാൻ ലക്ഷ്യമിട്ടുള്ള നിയമനിർമ്മാണങ്ങളുടെ പട്ടികയിലെ ഒന്നായാണ് മുസ്ലിം സമുദായ സംഘടനകളും രാഷ്ട്രീയ പാർട്ടികളും ഈ നിയമനിർമ്മാണത്തെ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഇരിക്കുകയാണ് പാവങ്ങളെ കൊള്ളയടിക്കുന്നതിനാണ് ഇത്രയും കാലം വഖഫ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് എന്ന് പ്രധാനമന്ത്രി പറയുന്നത്. കലാപ സമാനമായ അന്തരീക്ഷം രാജ്യത്ത് ചിലയിടത്തെങ്കിലും ഉള്ള സാഹചര്യത്തിൽ അതൊരു പ്രകോപനമാണ് ഒരർത്ഥത്തിൽ. രണ്ടാമത്തേത്, ഇത് പാവപ്പെട്ട മുസ്ലിങ്ങൾക്കും പിന്നാക്കക്കാർക്കും പശ്മാന്ത മുസ്ലിങ്ങൾക്കും വിധവകൾക്കുമൊക്കെ പുതിയ നിയമം വലിയ തോതിൽ സഹായകരമാകുന്നു എന്ന് പ്രധാനമന്ത്രി പറയുമ്പോൾ എങ്ങനെ, ഏതർത്ഥത്തിലാണ് ഇപ്പോൾ പാസ്സാക്കിയിട്ടുള്ള വഖഫ് ഭേദഗതി മുസ്ലിം സമുദായത്തിലെ ഏതെങ്കിലും ഒരാൾക്ക്, ഈ പറഞ്ഞ വിഭാഗങ്ങളിൽ പെടുന്ന ഏതെങ്കിലും ഒരാൾക്ക് ഗുണമാവുക? അഭിലാഷേ, പ്രധാനമന്ത്രി ഇന്ന് കുറേ കാര്യങ്ങൾ പറഞ്ഞു. മലയാളം ചാനലുകൾ അതിലെ വഖഫുമായി ബന്ധപ്പെട്ട പരാമർശം മാത്രമേ അവർ കേട്ടിട്ടുള്ളൂ. പക്ഷെ ഞാൻ കേട്ട ഒരു കാര്യം ആദ്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയത്തിലേക്ക് വരാം. പ്രധാനമന്ത്രി ഇന്ന് യമുനാ നഗറിൽ നടത്തിയ പ്രസംഗത്തിൽ ഒരു മഹാനായ മലയാളിയെ വാനോളം പുകഴ്ത്തി. ശ്രീ ചേറ്റൂർ ശങ്കരൻ നായരെ, കേരളത്തിൽ ജനിച്ച മനുഷ്യനായിരുന്നിട്ട് പോലും ബ്രിട്ടീഷ് സർക്കാരിൽ വലിയ പദവികൾ ലഭിക്കുന്ന സാധ്യതയുള്ള ആളായിരുന്നിട്ട് പോലും അമൃത്സറിൽ ജാലിയൻവാല ബാഗിൽ കൂട്ടക്കൊല നടന്നപ്പോൾ അതിനെതിരെ ബ്രിട്ടീഷ് സർക്കാരിനെ കോടതി കയറ്റി വിധി സമ്പാദിച്ച മഹാനെ പറ്റി. പക്ഷേ കഷ്ടം എന്ന് പറയട്ടെ, കേരളക്കാർക്ക് അത് ചർച്ച ചെയ്യാൻ നേരമില്ല. കാരണം ഇന്ന് ഒരു മലയാളിയെ വാനോളം പ്രധാനമന്ത്രി പുകഴ്ത്തിയ ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ പേരിൽ അക്ഷയ് കുമാർ അഭിനയിച്ച കേസരി ചാപ്റ്റർ 2 എന്ന ചേറ്റൂർ ശങ്കരൻ നായരുടെ ആത്മകഥ സിനിമയാവാനും പോവുകയാണ്. ഏതായാലും അതവിടെ നിൽക്കട്ടെ. ഞാൻ തളിപ്പറമ്പ് എന്നുള്ളൊരു വാർത്ത വായിക്കാം. തളിപ്പറമ്പ വഖഫ് ഭേദഗതി നിയമത്തെ പിന്തുണയ്ക്കുന്ന നിലപാടാണ് സർ സെയ്ദ് കോളേജ് ഉൾപ്പെടെയുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ മേധാവികളായ CDMEയെയും അതിൻ്റെ ഭാരവാഹികളും സ്വീകരിക്കുന്നതെന്ന് തളിപ്പറമ്പ് മഹല്ല് വഖഫ് സംരക്ഷണ സമിതി ഭാരവാഹികൾ സമ്മേളനത്തിൽ ആരോപിച്ചു. തളിപ്പറമ്പ് കോളേജിൻ്റെ കമ്മിറ്റി കേരള ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ്. ഈ വഖഫുകാർ ഞങ്ങളെ ഭൂമി തട്ടിയെടുത്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാ സമീപിച്ചത്? തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി. ആ കമ്മിറ്റിക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ ഏത് രാഷ്ട്രീയ പാർട്ടിയുമായി ബന്ധപ്പെട്ടവരാന്നുള്ളത് നിങ്ങൾക്കും എനിക്കൊക്കെ അറിയാം. അപ്പം അവർ വഖഫ് ബോർഡിനെതിരെ കേസ് കൊടുത്തിരിക്കുന്നു. തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി വഖഫ് ബോർഡിനെതിരെ ഹൈക്കോടതിയിൽ പുതിയ നിയമത്തിൻ്റെ പശ്ചാത്തലത്തിൽ കേസ് കൊടുത്തിരിക്കുന്നു. പോരെ, അതൊരു ട്രസ്റ്റാ. അതാണ് ആ കേസ് കൊടുക്കാനുള്ള ആധാരം എന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റി ഒരു ട്രസ്റ്റാണ്. അപ്പോൾ ഈ സെക്ഷൻ 2A വന്നപ്പോൾ ട്രസ്റ്റിൻ്റെ ഭൂമിയൊന്നൊക്കെ വഖഫ് അല്ലാണ്ടായ മാറിയ സാഹചര്യത്തിലാണ് അവർ കേസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ കേരളത്തിൽ തളിപ്പറമ്പ് കോളേജ് കമ്മിറ്റിക്ക് വരെ പരാതിയാണ്. ആ ഒരു തർക്കമാണ്. പക്ഷെ അപ്പോഴും ഇപ്പൊ ഈ തങ്ങ് പറഞ്ഞ സെക്ഷൻ തന്നെ കിരൺ റിജിജു പറഞ്ഞത് അതിന് റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ല, പ്രോസ്പെക്റ്റീവ് ആയിരിക്കുമെന്നാണ്. ഇനിയിപ്പോ ആ നിയമപ്രകാരം കോടതിയിൽ പോയാൽ റിട്രോസ്പെക്റ്റീവ് എഫക്റ്റ് ഇല്ലാത്തൊരു നിയമത്തിൽ എങ്ങനെയാണ് ഇത് വഖഫ് അല്ലാതായി പ്രഖ്യാപിക്കപ്പെടുക എന്നൊരു പ്രശ്നമുണ്ട്. അല്ല, ആ നിയമം കറക്റ്റായിട്ട് വായിച്ചാൽ അറിയാം. ആ നിയമം ഉണ്ടാക്കിയിരിക്കുന്നത് ഒരു ട്രസ്റ്റിനും ചാരിറ്റബിൾ സൊസൈറ്റികൾക്കും വേണ്ടി മാത്രമാണ്. അവർക്ക് നൽകിയ ഭൂമി കോടതി വിധികൾ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, ഏത് കോടതി വിധി ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അത് ഈ നിയമത്തിൻ്റെ പരിധിയിൽ വരില്ല എന്നാണ്. അപ്പോൾ അത് ആ ഭൂമിക്ക് ട്രസ്റ്റുകൾക്ക് കൊടുത്തതായ ഭൂമികൾ ഏതെങ്കിലും കാലത്ത് ഏതെങ്കിലും കോടതി വിധി ഉണ്ടായിട്ടുണ്ടെങ്കിൽ തന്നെ ബാധകമല്ല എന്നാണ് നിയമം പറയുന്നത്. അപ്പോൾ അത് അവിടെ നിൽക്കട്ടെ. ഞാൻ പറയാം, തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറയിലെ ഒരു ഗ്രാമം മുഴുവൻ വഖഫാന്ന് പറഞ്ഞു. ഇസ്ലാം ഉണ്ടാവുന്നതിന് മുമ്പ് പഴക്കമുള്ള ക്ഷേത്രമാണ് തമിഴ്നാട്ടിലെ തിരുച്ചെന്തുറയിലെ ചന്ദ്രശേഖര സ്വാമി ക്ഷേത്രം. 2000 കൊല്ലം പഴക്കമുണ്ട്. ചോളരാജാക്കന്മാരെ കാലത്ത് നിർമ്മിച്ച, അതും വഖഫാണ്. അവിടെ കൃഷിക്കാരെ ഭൂമി വഖഫാണ്. ഒരു കൃഷിക്കാരൻ തൻ്റെ മകളുടെ വിവാഹത്തിന് വേണ്ടി കുറച്ച് ഭൂമി വിൽക്കാൻ പോയപ്പോൾ രജിസ്റ്റർ ഓഫീസിൽ പറയുകയാണ്, അത് രജിസ്റ്റർ ചെയ്യാൻ പറ്റില്ല കേട്ടോ, ഇത് വഖഫിന് നോ ഒബ്ജക്ഷൻ ഉണ്ടെങ്കിലേ രജിസ്റ്റർ ചെയ്യാൻ പറ്റുള്ളൂ. ആ മൊത്തം ഗ്രാമം അത് വഖഫാണത്രേ. അതിനെപ്പറ്റി പാർലമെൻറ്റ് ചർച്ച വന്നപ്പോൾ കർണാടകയിൽ നിന്നുള്ള കോൺഗ്രസ് MP എണീറ്റ് പറയുക, അത് കലക്ടർക്ക് തെറ്റ് പറ്റിപ്പോയതാണ്. നിർമ്മല സീതാരാമൻ ചോദിച്ചു, കലക്ടർക്ക് തെറ്റ് പറ്റുമോ? ഒരു ഗ്രാമം മുഴുവൻ തെറ്റുമോ? 2000 കൊല്ലം പഴക്കമുള്ള അമ്പലം തെറ്റുമോ? പിന്നെ ഇനി ഞാൻ പറഞ്ഞുതരാം. ഇവിടെ കർണാടകയിലെ വിജയനഗര ജില്ലയിലെ ആയിരക്കണക്കിന് ഏക്കർ കൃഷിഭൂമി ഒന്നായിട്ട് വഖഫാണെന്ന്. ആയിരക്കണക്കിന് കൃഷിഭൂമി ഒന്നായിട്ട് വഖഫാണെന്ന്. ഇപ്പം ഡൽഹിത്തെ കാര്യം പറഞ്ഞല്ലോ. ഡൽഹിയിൽ എന്താ സംഭവിച്ചത്? 200-ലധികം ഭൂമി ഇന്ത്യൻ പാർലമെൻറ്റും പാലം എയർപോർട്ടും സുപ്രീം കോടതി നിൽക്കുന്ന സ്ഥലവും ഒക്കെ വഖഫാണെന്ന് പറഞ്ഞ് 970 കേസ് കൊടുത്തു. 970
43 കൊല്ലം ആ കേസ് തുടരുകയാണ്. 43 കൊല്ലം. ആ 43 വർഷത്തെ കേസ് നടന്നുകൊണ്ടിരിക്കെ ആരോടും ചോദിക്കാതെ 2013 അധികാരം നഷ്ടപ്പെടുന്ന ഘട്ടം വന്നപ്പോൾ UPA സർക്കാർ അവർ ഒറ്റ ദിവസം ആ 200 ചില്ലുവാനം ഭൂമിയിൽ 123 എണ്ണം അങ്ങ് വിട്ടുകൊടുക്കുക. ആയിരക്കണക്കിന് കോടി രൂപ മൂല്യമുള്ള ഭൂമിയാണ് വിട്ടുകൊടുത്തിരിക്കുന്നത് ഡൽഹിയിലെ കണ്ണായ സ്ഥലത്ത്. ആരോട് ചോദിച്ചിട്ട് പാർലമെന്റ് സമ്മതം വാങ്ങിയോ? ഏതെങ്കിലും കമ്മിറ്റി പഠനം നടത്തിയോ? ഇന്ദിരാഗാന്ധിയുടെ കാലത്തുള്ള കേസാ. മൊറാർജി ദേശായി വന്നു, ഇന്ദിരാഗാന്ധി വീണ്ടും വന്നു, രാജീവ് ഗാന്ധി വന്നു, വാജ്പേയി വന്നു, IK ഗുജറാൾ വന്നു, മൻമോഹൻ സിംഗ് വന്നു, നരസിംഹറാവ് വന്നു. കേസ് നടന്നുകൊണ്ടിരിക്കുക. യൂണിയൻ ഓഫ് ഇന്ത്യ, ഇന്ത്യ ഗവൺമെന്റ് വഖഫല്ല പറഞ്ഞിട്ട് 43 കൊല്ലം കേസ് നടത്തി. ഒരു ദിവസം രാവിലെ എഴുതി കൊടുക്കുക. അപ്പോൾ 2013 അമെൻമെന്റും 95 ആക്ട് ഉണ്ടാക്കിയ വിപത്താണിത്. ഞാൻ പറയാം, മലപ്പുറം ജില്ലയിൽ, ഞാൻ മുനമ്പത്തേക്കൊന്നും പോകുന്നില്ല, മലപ്പുറം ജില്ലയിൽ ഇവിടെ ഈ കുന്നുംപുറത്ത്, വേങ്ങരയിൽ കുന്നുംപുറത്ത് തമ്പുരാട്ടിക്കാവ് അത് കയ്യേറിയിരിക്കുക. അതിൻ്റെ ഭൂമിയിൽ മന്ദിരങ്ങൾ പണിതിരിക്കുക. അതാ സ്ഥിതി. അവരെ പകുതിയോളം ഭൂമി നഷ്ടപ്പെട്ട് കഴിഞ്ഞു. അവർ കേസ് കൊടുത്തിട്ട് ആ കേസ് ഹൈക്കോടതി വരെ പോയി ഇപ്പോൾ റിമാൻഡ് ചെയ്തിട്ട് തിരൂർ സബ് കോടതിയിലാണ്. മുനമ്പം കേസിൽ ഫറൂഖ് കോളേജിൻ്റെ വാദം എന്താ? ഞങ്ങൾക്ക് സിദ്ദിഖ് സേട്ടിൻ്റെ കുടുംബം തന്നത് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്താൻ വേണ്ടിയാണ് ഈ ഭൂമി തന്നത്. ആ ഭൂമി ഞങ്ങൾ പൊന്നും വിലയ്ക്ക് വിറ്റിട്ട് ആ കിട്ടിയ പൈസ കൊണ്ട് കോഴിക്കോട്ടെ ഫറൂഖ് കോളേജിൽ ഞങ്ങൾ പുരോഗതി ഉണ്ടാക്കിയിട്ടുണ്ട്, ബിൽഡിങ്ങുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാ. അതുകൊണ്ട് ഞങ്ങൾ ദുരുപയോഗം ചെയ്തിട്ടില്ല. ട്രസ്റ്റ് തന്ന ഭൂമി, അല്ല സൊസൈറ്റിക്ക് തന്ന ഭൂമി എന്താവശ്യത്തിനാണോ തന്നത് അത് പൊന്നും വിലയ്ക്ക് വിറ്റു. അപ്പോൾ അവിടുത്തെ മത്സ്യപ്രവർത്തകർ, പാവപ്പെട്ടവർ പൊന്നും വിലയ്ക്ക് വാങ്ങിയ ഭൂമി അത് ഇപ്പം നികുതി അടയ്ക്കാൻ പറ്റുന്നില്ല. എന്താ 95 നിയമം, 2013 ഭേദഗതി, നികുതി അടച്ചൂടാ. അയ്യോ അത് വഖഫാ. എന്നിട്ട് ആരാ തീരുമാനിച്ച? വഖഫ് ബോർഡ് തീരുമാനിച്ചാൽ പിന്നെ നികുതി വാങ്ങൂല. ആരാ വഖഫ് ബോർഡിൽ ഇരിക്കുന്നത്? ഇപ്പൊ ട്രൈബ്യൂണലിൽ കേസാ. 19-ാം തീയതി ട്രൈബ്യൂണലിലെ കാലാവധി തീരുക. അപ്പൊ പോയിട്ട് ഈ ഇടതുപക്ഷ സർക്കാരിന്റെ കീഴിലുള്ള വഖഫ് ബോർഡ് ഹൈക്കോടതി പോയി വാങ്ങിച്ചിരിക്കും ഉത്തരവ്. ഇത് 26-ാം തീയതി വരെ ഒരു ഉത്തരവും പറയരുതെന്ന്. അപ്പൊ എന്ത് വിലയും മുനമ്പത്തെ പാവപ്പെട്ടവർ, പൊന്നും വിലയ്ക്ക് ഭൂമി വാങ്ങിയവർ, ബോണഫൈഡ് പർച്ചേസേഴ്സ്, അവരെ തെരുവിലാക്കാനുള്ള പണിയെടുക്കുക. ഇതാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. ഇന്ത്യയിൽ മാത്രമല്ല, കേരളത്തിൽ മാത്രമല്ല, ഇന്ത്യ മുഴുവൻ നടക്കുക. ഈ ഉത്തർപ്രദേശിൽ ഒരു കേസുണ്ട്. പഞ്ചപാണ്ഡവരുടെ കാലത്ത് അരക്കില്ലത്തിൽ വെച്ച് പാണ്ഡവരെ ചുട്ടുകൊല്ലാൻ ശ്രമം നടന്നു എന്ന് പറയുന്ന സ്ഥലം, അതൊരു ക്ഷേത്രമാണ്. അത് വഖഫാന്ന് പറഞ്ഞ് കേസ് കൊടുത്തിട്ട് ഇപ്പൊ തോറ്റുപോയി. കഴിഞ്ഞ ദിവസം അത് തോറ്റു. ഉത്തർപ്രദേശിലെ ജില്ലാ ജഡ്ജി പറഞ്ഞു അത് വഖഫൊന്നല്ല, വിട്ടുകൊടുത്തേക്കെന്ന് പറഞ്ഞു. ഇങ്ങനെ മുക്കിന് 10,000-കണക്കിന് ഏക്കർ ഭൂമി പിടിച്ചെടുക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോവുക. 60% വഖഫ് ഭൂമി. ഹൈദരാബാദിൽ ഒരു വലിയ രാഷ്ട്രീയക്കാരനുണ്ടല്ലോ, അയാൾ 3,500 കോടി റുപ്യ വിലയുള്ള ഭൂമി കൈവശപ്പെടുത്തിയെന്ന ആരോപണം. ഹൈദരാബാദിലെ രാഷ്ട്രീയക്കാരൻ്റെ പേരിൽ ആരോപണം. 3,500 കോടി റുപ്യൻ്റെ വഖഫ് ഭൂമി മൂപ്പര് സ്വന്തം കീശയിലാക്കി. ഹൈദരാബാദിലെ മാരിയോട്ട് ഹോട്ടൽ നിൽക്കുന്ന വഖഫ് ഭൂമിയിലാണ്. കേസ് നടത്തി തോറ്റുപോയി. അപ്പോൾ ഒരു ഭാഗത്ത് ഈ സെക്ഷൻ 40 ഉപയോഗിച്ച് പിടിച്ചെടുക്കുക, മറുഭാഗത്തോ അന്യാധീനപ്പെടുത്തുക, അതിൽ നിന്ന് അന്യായമായ ലാഭം ഉണ്ടാക്കുക. അപ്പോൾ ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. ഈ രാജ്യത്ത് ആയിരക്കണക്കിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി കൈകാര്യം ചെയ്യുന്നതിന് ഒരു നിയന്ത്രണം വേണം. സർക്കാർ സംവിധാനത്തിന് ഒരു സൂപ്പർവിഷൻ വേണം. ആഫ്റ്റർ ഓൾ വാട്ട് ഈസ് വഖഫ് ബോർഡ്? സൂപ്പർവൈസറി അതോറിറ്റി ഉള്ളൂ, മാനേജർ മുത്താവലിയാണ്. ഇതാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്.